വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 ഒക്ടോബർ 11 നടന്ന എക്സാമിലെ GS/GA ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ RRB എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ടൻറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. RRB ഗ്രൂപ്പ് ഡി ജനറൽ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ടുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കാർ ഫാളിംഗ് ഓഫ് എ ലെഡ്ജ് ആൻഡ് ഡ്രോപ്സ് ടു എ ഗ്രൗണ്ട് ഇൻ 0.7 seconds. Let the G acceleration due to gravity is equal to 10 meter per second square. What is the speed on striking the ground? ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. V is equal to U plus AT ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് U എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അത് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 മാറും. സോ V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 0 പ്ലസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. ഇൻറ്റു T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 ആണ്. നമുക്ക് തന്നെ എന്ത് ചെയ്യാം? 7/10 എന്ന് എടുക്കാം. 10ഉം 10 ക്യാൻസലായി പോകും. നമുക്ക് വെലോസിറ്റി എത്രയായിട്ട് കിട്ടും? 7 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടും. സോ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് റിയോസ്റ്റാറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ടു ചേഞ്ച് ദ ഡാഷ് ഇൻ ദ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പോൾ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യുക എന്നതാണ് റിയോസ്റ്റാറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഒരു റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ റിയോസ്റ്റാറ്റിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇൻപുട്ട് കണക്ഷൻ കൊടുക്കും, മറ്റൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എടുക്കും. സോ ഇവിടെ എത്രത്തോളം നീളം വയറിലൂടെ കറണ്ട് പോകുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളിവിടുത്തെ റെസിസ്റ്റൻസിനെ അറേഞ്ച് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ റിയോസ്റ്റാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലിലെ വയറാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ റിയോസ്റ്റാറ്റിനെ വേരിയബിൾ റെസിസ്റ്റൻസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്, എന്താണ് കറണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ടോപ്പിക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പോയിട്ട് ആ ക്ലാസ്സുകൾ കാണുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Aamir Khan was honored with the Best Actor Award in 2017. ഏതിനാണ്? ഫിലിം ഫെയറിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ കറണ്ട് അഫെയറാണ്. നമുക്ക് ഇന്നത്തെ കാര്യം നോക്കാം. ഈ അടുത്ത് 2024 നടന്നത് 69ാമത്തെ ഫിലിം ഫെയർ ആണ്. അതൊരു ചോദ്യമാണ്. 2024 നടന്നത് എത്രാമത്തെ ഫിലിം ഫെയർ ആണെന്ന് ചോദിച്ചാൽ 69ാമത്തെ ഫിലിം ഫെയർ ആണ്. അത് കൊടുക്കുന്നത് ടൈംസ് ഗ്രൂപ്പ് എന്ന കമ്പനിയാണ്. അപ്പോൾ 2023 ഇറങ്ങിയ ചിത്രങ്ങളിലെ മികച്ച ചിത്രങ്ങളിലും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നത്? ഫിലിം ഫെയർ അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ 2024 ഫിലിം ഫെയർ അവാർഡിൽ ബെസ്റ്റ് ഫിലിമായിട്ട് മാറിയത് 12th ഫെയിലാണ്. ഒരു ആസ്പിറൻ്റ് എന്ന നിലയിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഈ പറയുന്ന 12th ഫെയിൽ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ച് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തരണം ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആകാം എന്നുള്ളൊരു കാര്യമാണ്. നല്ല സൂപ്പർ സിനിമയാണ്, കാണാം. ഓക്കെ, ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് രൺബീർ കപൂർ ആണ് ആനിമൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് ആലിയ ഭട്ടാണ്. ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് വിനോദ് ചോപ്രയാണ്. 12th ഫെയിലിൻ്റെ സംവിധായകനാണ്. ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ അവയർനെസ്സിനകത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് റെയിൽവേ എക്സാമുകൾക്ക് നല്ല രീതിയിൽ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടിഷ്യൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദ റൂട്ട്? അല്ലെ, ഒരു ചെടിയുടെ റൂട്ടിൽ നിന്ന് അതിൻ്റെ ഇലകളിലേക്ക് സാധനത്തിന് എത്തിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തരം സൈലമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജി ക്ലാസ്സുകളിൽ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു വന്നു അല്ലേ. നമ്മൾ സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമയുടെ ക്ലാസ്സൊക്കെ നമ്മൾ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. സൈലം ഫ്ലോയും എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സൈലമാണ്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന റൂട്ടിൽ നിന്ന് വാട്ടറും മിനറൽസും കണ്ടോ, മുകളിലേക്ക് ആരോ മാർക്ക് കണ്ടോ, ഇങ്ങോട്ട് എത്തിക്കുകയാണ്. നമ്മുടെ ചെടിയിലേക്ക് എത്തിക്കുന്ന സൈലമാണ്. അങ്ങനെ നമ്മുടെ ചെടിയുടെ ലീഫിൽ ഫോട്ടോസിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്, അതായത് ഷുഗറും മറ്റ് ഓർഗാനിക് മോളിക്യൂളുകളും ലീഫിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ആരാണ്? അത് ഫ്ലോയത്തിൻ്റെ ജോലിയാണ്. അതെന്താണ്? ഫ്ലോയത്തിൻ്റെ ജോലിയാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ടിഷ്യൂസിനകത്ത് വരുന്നതാണ് ഫ്ലോയും സൈലവും. അപ്പോൾ ഇത് 2 പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റ് പോയിന്റുകളും ഡീറ്റെയിൽസും നമ്മൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഓൺ വിച്ച് ഡേ ഈസ് ഹിന്ദി വേൾഡ് ഹിന്ദി ഡേ അല്ലേ, നമ്മൾ വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസം എന്ന് ചോദിച്ചാൽ അത് 10 ജനുവരിയാണ് നമ്മുടെ ഹിന്ദി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 10 ജനുവരിയാണ് നമ്മുടെ വേൾഡ് ഹിന്ദി ഡേ. അത് 1975 വേൾഡ് ഹിന്ദി കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജനുവരി 10 ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ടൈം പീരീഡ് ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി 0.04 സെക്കൻഡ് ദെൻ ദ ഫ്രീക്വൻസി അല്ലേ. ഒരു സെക്കൻഡിൽ എത്രത്തോളം ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം കംപ്ലീറ്റ് സൈക്കിൾസ് ആണ് ഫോം ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇവിടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 0.04 സെക്കൻഡാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 1/0.04 ആണ്. 1/0.04 മാത്സ് പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാം എത്രയാണ്, അത് 25 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റും ചോദിക്കാം, അതും ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഫ്രീക്വൻസി അതിൻ്റെ യൂണിറ്റ് ഹെർട്സ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ സൈക്കിൾസിൻ്റെ എണ്ണം. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന സെക്കൻഡ്. ഒരു കംപ്ലീറ്റ് ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ആക്ഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ എ ആണ് നമ്മുടെ ഉത്തരം. 25 ഹെർട്സ് ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. In modern periodic table, there is an anomaly when it comes to the position of dash because it can be placed either in group 1 or in group 17. ഇത് ഒരു പ്രീവിയസ് ചോദ്യം എന്നതിനുപരി നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഇതേ പറയുന്ന ഒരു 2018 ഒരു പ്രീവിയസ് ചെയ്തപ്പോൾ സെയിം ചോദ്യം വന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഹൈഡ്രജൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നമ്മൾ ഇത് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളുടെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ് വരുന്നത്. സോ ഹൈഡ്രജൻ ഒരാളെ കൊടുക്കാൻ പറ്റും, കൊടുത്തിട്ട് 0 ആവാൻ പറ്റും. സോ ഫസ്റ്റ് പീരീഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യാം, ഒരാളെയും കൂടി അക്സെപ്റ്റ് ചെയ്ത് 2 എന്ന നമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ എന്താകാം, അവന് എന്തായിട്ട് മാറാൻ പറ്റും, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആക്കാൻ പറ്റും. അത് ആരുടെ പോലെയാണ്? ആ 17th ഗ്രൂപ്പിനെ പോലെയാണ് അല്ലേ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു ഹൈഡ്രജനും ഹീലിയത്തിനും 2 മതി നോബിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഹൈഡ്രജനും ഹീലിയത്തിനും ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് അല്ലെ, ഒന്നുകിൽ ഒരെണ്ണത്തിന് ലൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ ഫസ്റ്റ് ഗ്രൂപ്പ് പ്രോപ്പർട്ടിയും കാണിക്കും, ഒരെണ്ണത്തിന് ഗെയിൻ ചെയ്യാനുള്ള 17th ഗ്രൂപ്പ് പ്രോപ്പർട്ടിയും കാണിക്കും. അപ്പോൾ രണ്ടിടത്തും പറ്റത്തില്ല. സോ ഉത്തരം ഹൈഡ്രജൻ ആണ്. എങ്കിലും നമ്മളിപ്പോൾ വയ്ക്കുന്നത് എപ്പോഴാണ്? ഫസ്റ്റിലാണ് വയ്ക്കുന്നത്. അതിൻ്റെ റീസൺ എന്താ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ സയൻറ്റിഫിക് ടേം ഫോർ ദ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ? ഒരു നിശ്ചിത ദിശയിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഒരു നിശ്ചിത ദിശയിലുള്ള സ്പീഡ് നമ്മൾ എസ് എന്നല്ല വി എന്നാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ എന്താ വിളിക്കുന്നത്? അത് നമ്മൾ വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എന്താണ് വെലോസിറ്റി 2 രീതി ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. സ്പീഡ് വിത്ത് വിച്ച് സംതിങ് മൂവ്സ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ എന്നും വിളിക്കാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം? വെലോസിറ്റിയെ വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് നമ്മുടെ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന് വെച്ചാൽ അതിനകത്ത് പറയുന്ന മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് കൂടെ വരുന്നുണ്ട്? ഡയറക്ഷനും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ കാനറ ബാങ്ക്? ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത് ദേവാൻഷി മുഖർജിയാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയേണ്ടത് 2024 കാര്യമാണ്. 2024 CEO എന്ന് പറയുന്നത് സത്യനാരായണ രാജു ആണ്. ഏത് ബാങ്ക്? കാനറ ബാങ്ക്. കാനറ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. 1906 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പറയുന്ന ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് 1969 ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കാനറ ബാങ്ക് ഉൾപ്പെടെ 13 ബാങ്കുകളാണ് 1969 ISRO എന്ന വർഷം ജൂലൈ മാസം 19-ാം തീയതി എന്ത് ചെയ്യുന്നത്? നാഷണലൈസ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാങ്ക് നാഷണലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്കണോമിക്സിലെ ഒരു ടോപ്പിക്കാണ്. അടുത്ത്, one way of dating fossil is by detecting the ratio of different dash of the same element in the fossil material. അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോസിലിനകത്തുള്ള എന്തിൻ്റെ ആ കാലമാണ് എടുക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഐസോടോപ്പുകളുടെ കാലമാണ്. ഓക്കെ, ഈ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പഠിച്ചാണല്ലേ, റോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം. അപ്പോൾ ഇതിനൊക്കെ എന്താണ്? ഇതിനകത്തൊക്കെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ റേഡിയോ ആക്റ്റീവായ വസ്തുക്കളാണ്.
അപ്പോൾ അതുകൊണ്ട് അത് എന്ത് ചെയ്യും, അതിൻ്റെ ലൈഫ് കുറഞ്ഞു വരും. അപ്പോൾ ആ കുറയാനെടുക്കുന്ന സമയമൊക്കെ വെച്ച് നമുക്കതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറഞ്ഞ് വിളിക്കും കാർബൺ ഡേറ്റിംഗ്. എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ തന്നെയാണ്. അല്ലെ C14 കാർബൺ 14 എന്ന് പറയുന്ന കാർബൺ ഐസോട്ടോപ്പിൻ്റെ ഹാഫ് ലൈഫ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. കാരണം ഒരു ഓർഗാനിസം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാർബൺ 14 എന്ന ഐസോട്ടോപ്പ് ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന കിട്ടുന്ന ഫോസിലുള്ള കാർബൺ 14ൻ്റെ അളവനുസരിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഹാഫ് ലൈഫ് ഒക്കെ വെച്ചിട്ട് കാലപ്പഴക്കം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് സാഗർ ബഹേതി. ഓക്കെ, സാഗർ ബഹേതി എന്ന് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ റണ്ണറാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഏത് സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ബംഗളൂരു ആണ് ഇതാണ് പറയുന്ന വ്യക്തി. അന്നത്തെ കറണ്ട് അഫെയർ ആണ്, നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. റിയൽ എന്ന് പറയുന്ന ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറൻസികൾ നോക്കാൻ മറക്കണ്ട. ബ്രസീലിൻ്റെ കറൻസിയാണ് എന്ത് റിയൽ എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ റണ്ട് എന്ന് പറയുന്ന കറൻസിയാണ്. ഗാനയുടെ സെഡിയാണ്. കംബോഡിയയുടെ കറൻസി എന്ന് പറയുന്ന റെയിലാണ്. റിയൽ ആണ്. അടുത്ത് ബംഗ്ലാദേശിൻ്റെ ടാക്കയാണ്. ചൈനീസിൻ്റെ ആണെങ്കിൽ യുവാനാണ്. അതുപോലെ പാകിസ്ഥാൻ്റെ ആണെങ്കിൽ റുപ്പീസാണ്. പ്രധാനപ്പെട്ട കറൻസീസൊക്കെ GK നോക്കി വയ്ക്കുക. വാട്ട് ഈസ് ഗിഫ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ ബീങ് പ്ലാൻഡ് ബൈ ദ ഗവൺമെൻറ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് എവിടെയാണത്? അഹമ്മദാബാദ്, ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയാണ് നമ്മൾ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു ആദ്യത്തെ പ്ലാൻഡ് സ്മാർട്ട് സിറ്റിയാണ്. ഇവിടെ എന്താണ്? ഇവിടെ ആവശ്യമായിട്ടുള്ള കമ്പനികൾക്ക് വന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിങ്സും മറ്റെല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കുന്ന ഒരു സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റാണിത്. ഗുജറാത്തിലാണിത് ലോഞ്ച് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 13 കിലോഗ്രാം ആണ്. അത് മൂവ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിലായിട്ടുള്ള 5 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ കൈനറ്റിക് എനർജിയാണ് ചോദ്യം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണത്? ഹാഫ് mv² ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 13 ആണ്. ഇൻറ്റു വെലോസിറ്റി എന്ന് വെച്ചാൽ 5 ആണ്. 5ൻ്റെ സ്ക്വയർ ആണ്. സോ 1/2 ഇൻറ്റു 13 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25 ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 162.5 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, സി ആണ് നമ്മുടെ ഉത്തരം. 162.5 ജൂൾ. ഇവിടെ കണ്ടോ 162.5 രണ്ടിടത്തുണ്ട്. ഇവിടെ പക്ഷേ യൂണിറ്റ് ആണ് കണ്ടോ, ഇവിടെ യൂണിറ്റ് ആണ് വില്ലൻ. മീറ്റർ പെർ സെക്കൻഡ് അല്ല യൂണിറ്റ്. കാരണം എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഊർജ്ജമാണ്. ഊർജ്ജമായ കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ജൂളാണ്. കണ്ടോ, അപ്പോൾ 162.5 ജൂളാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഫോർമുല അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഛാപ്പർ മേള നടക്കുന്ന ഏത് സ്ഥലത്തെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബിലാണ്. ഓക്കെ, പഞ്ചാബിലാണ് ഈ പറയുന്ന ഛാപ്പർ മേള. പഞ്ചാബിലെ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നതാണ്. ഇത് ഗുഗ്ഗ ഫിർ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഡീറ്റി, ഒരു ഫോക്ലോർ ഡീറ്റി, അതായത് അന്നത്തെ ഒരു നമ്മൾ ഈ പറയുന്ന എന്താണ് പഴങ്കഥകളിലൊക്കെ ഉള്ളവർ അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? ഈ പഴയ കാലത്ത് ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരാളെന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും അവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളും നമ്മൾ ജനറൽ അവയർനെസ് നോക്കി വെച്ചേക്കണം. അപ്പോൾ ഇതാണ് എന്താ ഇപ്പോൾ ഈ പറയുന്ന എന്താണ് ഛാപ്പർ എന്ന് പറയുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. ഛാപ്പർ എന്ന് പറയുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. സ്റ്റാളുകളും ആർട്സും ഗെയിംസും ഒക്കെ ഉണ്ട്. ആദ്യകാലത്ത് മതപരമായെങ്കിൽ ഇപ്പോൾ എന്താണ് അങ്ങനെ മതമല്ലാത്ത സെക്കുലർ ആയിട്ടുള്ള ഫെയർ ആണിത് എന്ന് മനസ്സിലാക്കുക. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ. അല്ലെ, ആന്തറിൽ നിന്ന്, ആന്തർ എന്ന് വെച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, സ്റ്റിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ. അപ്പോൾ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് പോളൻ ഗ്രെയിൻസിന് ട്രാൻസ്ഫർ ചെയ്തതിന് വിളിക്കുന്ന പേര് എന്താണത്? പോളിനേഷൻ ആണ്. അല്ലേ, എന്താണത്? പോളിനേഷൻ ആണ്. അല്ലെ, ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്താണ് എന്തുള്ളത്? ആന്തർ ഉള്ളത്. ഈ ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഇതെവിടെയാണ്? കണ്ടോ, സ്റ്റിഗ്മയിലോട്ട് വരുന്നു. ഇതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇതുവഴി എന്ത് ചെയ്ത് താഴോട്ട് പോയിട്ട് ഇവിടെ വെച്ച് എന്ത് കിടക്കും? ഫെർട്ടിലൈസേഷൻ നടക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്ന് ഫീമെയിലോട്ട് പോകുന്നു, ലീഡിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ് ആൻഡ് ഫ്രൂട്ട്. ഇത് നടക്കുന്നതെല്ലാം ഫ്ലവറിംഗ് പ്ലാന്റുകളിലാണ്. ഫ്ലവറിംഗ് പ്ലാന്റുകൾ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ആൻജിയോസ്പേംസ് എന്നാണ്. അപ്പോൾ ആൻജിയോസ്പേം എന്താണ്, ജിംനോസ്പേം എന്താണെന്നുള്ളത് നമ്മുടെ ബയോളജി ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അടുത്ത, ഇൻ ജൂൺ 2017 നാസ ലോഞ്ച്ഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് വിച്ച് വെയ്സ് 64 ലാർജസ്റ്റ് അല്ല, ലൈറ്റസ്റ്റ് സാറ്റലൈറ്റ് 64 ഗ്രാം. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. കലാം സാറ്റാണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പോൾ കലാം സാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ലൈറ്റ് വെയ്റ്റ് സാറ്റലൈറ്റ് ആണ്. അബ്ദുൽ കലാമിൻ്റെ പേരിൽ വേണ്ടിയിട്ട് അത് വഞ്ചതാണ്. ലോഞ്ച് ചെയ്യുന്ന ISRO ആണ്.
ഇനി അവിടെ ഓപ്ഷനിൽ കണ്ട കാർട്ടോസാറ്റ് എന്ന് പറയുന്ന കാലാവസ്ഥ ആപ്ലിക്കേഷൻസ് വേണ്ടിയിട്ട് അയക്കുന്നതാണ്. IRNSS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സാറ്റലൈറ്റുകളെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി മാർച്ച് 2028 വരെയുള്ള കണക്കനുസരിച്ച് നമ്മുടെ എത്ര ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളാണ് ഇന്ത്യക്കാർ ജയിച്ചിട്ടുള്ളതെന്നാണ്. അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 4ആണ്. അത് ഈ ഗ്രാൻഡ് സ്ലാം എന്താണെന്ന് അറിയണം. നോക്കി, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നിങ്ങനെയുള്ള 4 ടൂർണമെൻറ്റുകൾ ഒരു കലണ്ടർ വർഷത്തിൽ ജയിക്കുമ്പോഴാണ് നമുക്ക് ഈ ഗ്രാൻഡ് സ്ലാം കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ആകെപ്പാടെ 4 പേർക്ക് ഗ്രാൻഡ് സ്ലാം കിട്ടിയിട്ടുള്ളൂ. ആർക്കൊക്കെയാണ്? സാനിയ മിർസ, റോഹൻ ബൊപ്പണ്ണ, ലിയാൻഡർ പേസും മഹേഷ് ഭൂപതിക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് മെൽബണിലാണ്, ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് പാരീസിലാണ്, വിംബിൾഡൺ നടക്കുന്നത് ലണ്ടനിലാണ്, US ഓപ്പൺ നടക്കുന്നത് ന്യൂയോർക്കിലാണ്. ഇതും ഒരു പ്രീവിയസ് ചോദ്യം ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ ഇക്വേഷൻ ഓഫ് പൊസിഷൻ ടൈം, അല്ലേ? പൊസിഷൻ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടും ടൈം T കൊണ്ടുമാണ്. അപ്പോൾ പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഇക്വേഷൻ എന്താണ്? S=UT + ½ AT² ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ മുമ്പ് പലതവണ പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അടുത്ത, ഫോർ ക്രിയേറ്റിംഗ് ഹൗ മെനി സ്റ്റേറ്റ് സിറ്റീസ് ഹാസ് ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അപ്രൂവ്ഡ് പ്രോജക്റ്റ് ഫോർ ദ 2919 crore നിർഭയ ഫണ്ട്. അപ്പോൾ ഇതൊരു എന്താണ്? അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത് 8 ആണ്. അന്നത്തെ കറണ്ട് അഫെയർ ആണ്, ഇപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഹീറ്റിംഗ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണ്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ ഞാൻ ഈ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംസ് ലോ എന്ന് പറയുന്നത് വോൾട്ടേജ് കറണ്ട് റിലേഷനെ പറ്റിയിട്ടാണ്. ന്യൂട്ടൺസ് ലോയും ഫാരഡേസ് ലോയും വേറെ നിയമങ്ങളാണ്, 10ൻ്റെ ഇതിൽ നമുക്ക് വരുന്നില്ല. നെക്സ്റ്റ്, വർക്ക് ഈസ് 0 ഇഫ് ദർ ഈസ് ഡാഷ്. വർക്ക് 0 ആവുന്ന എപ്പോഴാണ്? വർക്ക് എന്ന് വെച്ചാൽ എന്തുവാണ്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഫോഴ്സ് 0 ആയാലും വർക്ക് 0 ആവും, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയാലും വർക്ക് 0 ആവും. ഇവിടെ ഫോഴ്സ് ഇല്ല, സോ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഉത്തരം. ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, പക്ഷേ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ അവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ 2 ബോഡീസ് ഈസ് ദ യൂണിവേഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡാഷ്. അല്ല, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനാണ് ചോദിച്ചേക്കുന്നത്. അല്ല, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എന്താ? F=G ഇൻറ്റു മാസ് ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇൻറ്റു മാസ് ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ബൈ എന്താണ്? D² എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ പറയുന്ന ഫോഴ്സ് ഇതിൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. സം ഓഫ് ദ മാസസ്, ഇവിടെ സം അല്ല, പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആണ്. അപ്പോൾ ഇത് തന്നെ ഉത്തരം, അല്ലേ? B ആണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. കാരണം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G യെ ഡിപ്പെൻഡ് ചെയ്യും, പ്രോഡക്റ്റ് ഓഫ് ദ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്ത എന്തിനാണ്? സം ഓഫ് ദ മാസ് അല്ല, ഇവിടെ M1 M2 നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 17ാമത്തെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? 2019 17ാമത്തെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത്. നമുക്കത് വേണ്ട. നമുക്ക് എന്താണ്? നമുക്ക് 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ഇപ്പോൾ നടന്നു, 2024 ജൂൺ 1 അല്ല, ഏപ്രിൽ 19 തൊട്ട് ജൂൺ 1 വരെ നടന്നു. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 240 സീറ്റ് BJP കിട്ടി, 99 സീറ്റ് കിട്ടി. പക്ഷേ അധികാരത്തിൽ വന്നത് BJP എന്നല്ല പറയുന്നത്, അധികാരത്തിൽ വന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ഒരു കൊയലേഷനാണ്. അതിനകത്താണ് അവർക്ക് എത്ര സീറ്റ് കിട്ടിയത്? മൊത്തം സീറ്റ് കിട്ടിയത്. അതിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുമാണ്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ക്ലാസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഓക്കെ, അടുത്ത ബ്ലാക്ക് സോയിലിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അത് റഗർ സോയിൽ എന്നാണ്. കൂടുതൽ ഇത് സിമ്പിളാണല്ലേ, പലതവണ റിപ്പീറ്റ് ചെയ്ത് പലതവണ ജോഗ്രഫിയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ്? റഗർ സോയിൽ എന്ന് വിളിക്കുന്ന മറ്റൊരു പേര് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. കാരണം പരുത്തി കൃഷി അല്ലെങ്കിൽ കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും സ്യൂട്ടബിളായ സോയിലാണ്. നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ കാണപ്പെടുന്ന ഇഗ്നിയസ് എന്ന് പറയുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഇഗ്നിയസ് റോക്കുകളുടെ വെതറിങ് കാരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സോയിലാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് കാണാൻ നമ്മുടെ സ്റ്റേറ്റ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശും തമിഴ്നാട് ചില ഭാഗങ്ങളും ഇത് കാണാറുണ്ട്. യൂസ്വേന്ദ്ര ചഹാൽ ഏത് കളിയുമായിട്ടാണ്? അത് ക്രിക്കറ്റാണല്ലേ. ഈ അടുത്ത് പുള്ളിയുടെ ഡിവോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ പലപ്പോഴും വരാറുണ്ട്, അല്ലേ? ഏതൊരു പെൺകൊച്ചല്ലേ, ഡോക്ടറോ ടിക്ടോക്കിലൊക്കെ ഉള്ള ഏതൊരു പെൺകുട്ടിയെ കെട്ടി അത് ഡിവോഴ്സ് ആയെന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും ഓർമ്മയുണ്ടാവും. നമ്മൾ അറിയേണ്ടത് 2024 2020 ജയിച്ച ടീം ഇന്ത്യ. എന്നാൽ 2023 മെൻസ് വേൾഡ് കപ്പ് ജയിച്ചത് ഓസ്ട്രേലിയ. ആരെ തോൽപ്പിച്ചു? ഇന്ത്യയെ തന്നെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ICC അതുപോലെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് പോലെയുള്ള കാര്യങ്ങൾ, സ്പോർട്സ് കറണ്ട് അഫെയർസ് റെയിൽവേക്ക് ഭയങ്കര ഇഷ്ടമാണ്, നോക്കാതെ പോകരുത്.
അടുത്ത ഹൂ ഈസ് ദ ഇൻകംബന്റ് ഹോണറബിൾ സ്പീക്കർ ഓഫ് ദ ലോക്സഭ? അന്നത്തെ ഉത്തരം സുമിത്ര മഹാജനായിരുന്നു. ഇന്ന് ആരാണത്? ഓം ബിർളയാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്. രാജ്യസഭയിലെ സ്പീക്കർ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് രാജ്യസഭാ സ്പീക്കർ എന്ന് പറയുന്നത്. ജയ്ദീപ് ധാങ്കാർ ആണ് എന്താ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇതാണ് ഓം ബിർള, ഇതാണ് ഓം ബിർള, ഇതാണ് അത് ജയ്ദീപ് ധാങ്കാർ. ദഹങ്കാർ എന്നാണോ ദങ്കാർ എന്നാണോ? ഞാൻ എന്തായാലും ജയ്ദീപ് എന്ന് ഓർത്ത് വയ്ക്കാം. പുള്ളി നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ വാർത്തയിലൊക്കെ വരുന്നതാണ് അല്ലേ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു സെറിബ്രം? സെറിബ്രമായിട്ട് ബന്ധപ്പെടാത്ത എന്താണ്? പാർട്ട് ഓഫ് ദ ഫോർ ബ്രെയിൻ ആണ്. സെറിബ്രം ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, ഫ്രോണ്ടൽ സുപ്പീരിയർ ലാറ്റർ സൈഡ് ഓഫ് ദ ബ്രെയിൻ ഉണ്ട്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ആണ്. പക്ഷേ 60% ഇതാണ് തെറ്റ് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് കറക്റ്റ് ഉത്തരം. കാരണം എന്താണ്? ഈ 85% ഓഫ് ദ വെയിറ്റ് എന്ന് പറയുന്നത് സെറിബ്രം ആണ്. പറഞ്ഞല്ലോ, സെറിബ്രം എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ഇൻ്റലിജൻസ്, മെമ്മറി, ലാംഗ്വേജ്, വോളണ്ടറി മൂവ്മെൻറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. 2 ഹെമിസ്ഫിയറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് വെക്കുന്ന കോർപ്പസ് കൊലോസം എന്ന് പറയുന്ന ഭാഗമാണ്. ട്രെയിനിലോട്ട് നമ്മൾ ടോപ്പിക് വൈസ് എത്തിയിട്ടില്ല, ഉടനെ എത്തും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ മാനേജിങ് ഡയറക്ടറാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ആക്സിസ് ബാങ്കിൻ്റെ. അന്നത്തെ കറണ്ട് അഫയർ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇന്നത്തെ അറിഞ്ഞാൽ മതി. അമിതാഭ് ചൗധരിയാണ് ഇപ്പോഴത്തെ ആക്സിസ് ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത, വിച്ച് സൗത്ത് ഇന്ത്യൻ ഫിലിം സ്റ്റാർ ഹാവ് ഫോർമലി എൻറ്റേർഡ് പൊളിറ്റിക്സ് റീസെൻ്റ്ലി? അന്നത്തെ കാലമാണ് 2018 സമയത്ത് പൊളിറ്റിക്സിലോട്ട് എൻ്റർ ചെയ്ത ആൾ ആര് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ആരാണ്? അത് രജനീകാന്തും കമൽഹാസനുമാണ്. അപ്പോൾ രജനീകാന്ത് കമൽഹാസനെ നോക്കി, അതിൽ രജനീകാന്ത് ഇപ്പോൾ അധികം ഇല്ല. കമൽഹാസൻ എന്ന് പറയുന്നത് എന്താണ്? മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന പാർട്ടിയാണ്. 2018 ഫെബ്രുവരി 21 എന്ത് ചെയ്യുന്നത്? പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. മഹാവീരൻ എന്ന് പറയുന്നത് എത്രാമത്തെ തീർത്ഥങ്കരനാണ്? മഹാവീരൻ 24ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ എന്ന് പറയുന്നത്. ജൈനിസത്തിൽ മൊത്തം 24 തീർത്ഥങ്കരന്മാരാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ഋഷഭദേവനും അവസാനത്തേത് മഹാവീരൻ, അപ്പോൾ വർത്തമാന മഹാവീരനുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ടാലോഫൈറ്റ് അല്ലാത്തത് റിക്കിയാണ്. ടാലോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റുകളുടെ പ്രോപ്പർട്ടീസ് എന്നാൽ ആദ്യകാലത്തെ പ്ലാന്റുകളുടെ പ്രോപ്പർട്ടീസ് കാണിക്കുക, എന്നാൽ പൂർണ്ണമായും പ്ലാന്റ് അല്ലാത്ത ആൽഗ, ഫംഗസ്, ലൈക്കൻസ് പോലെയുള്ളതിനെയാണ് നമ്മൾ ടാലോഫൈറ്റുകളെന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, നമ്മൾ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തേക്കുന്ന ആരാണ്? അത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഇനി എന്ത് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇത് വിച്ച് ഓഫ് ദ ബിലോ അലോട്രോപ്പ് ഓഫ് കാർബൺ ഈസ് ദ ഫോം ഓഫ്? ഓക്കെ, ജിയോഡിക്സ് ബോൾ എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ ഫുള്ളരീനാണ്. ബഗ്മിനിസ്റ്റർ ഫുള്ളരീൻ എന്ന് പറയുന്ന കാർബൺ ഐസോട്ടോപ്പാണ്. ഇതുപോലത്തെ വട്ടത്തിലിരിക്കും. ഓക്കെ, ഇനി ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ് ഉണ്ട്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു നോൺ മെറ്റലാണ്. ഡയമണ്ട് എന്ന് പറയുന്നത് കാർബൺ ഐസോട്ടോപ്പാണ്. ഏറ്റവും ഹാർഡസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡയമണ്ടാണ്. ഹൈറ്റിനനുസരിച്ച് മാറുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട്, mgh ആണ്. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് മാറുന്ന എനർജി എന്ന് പറയുന്നത് ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് അറിയപ്പെടുന്ന പേരാണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡയെ വിളിക്കുന്ന പേര് സോഡിയം ബൈകാർബണേറ്റ്. ജിപ്സത്തെ വിളിക്കുന്ന പേര് സോഡിയം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്. ഈ .2H2O എന്ന് പറയുന്നത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും കേട്ടോ, ഇനി നമ്മൾ എത്തിയിട്ടില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, സോഡിയം സൾഫേറ്റ്, ഹെമി ഹൈഡ്രേറ്റ് കണ്ട് ഹാഫ് H2O. അത് നമ്മൾ പ്രത്യേക ടോപ്പിക്കായിട്ട് തന്നെ എടുത്ത് പഠിക്കും. അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞുതരാം. 17ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ അല്ലേ. മുകളിൽ അങ്ങനെയല്ലേ വരുന്നത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. അപ്പോൾ താഴോട്ട് പോകുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഐഡിനാണ് ഏത് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസ് ചെയ്യുന്ന താഴോട്ട് പോകുമ്പോൾ. അപ്പോൾ ഉള്ളത് തന്നിട്ടുള്ളത് വെച്ച് ഐഡിനാണ് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. ബംഗാൾ പാർട്ടീഷൻ നടന്ന വർഷം 1905. പലതവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അത് പ്രഖ്യാപിക്കുന്ന ആരാണ്? ലോർഡ് കഴ്സനാണ്. 1905 ജൂലൈ 20 ബംഗാളിനെ വെസ്റ്റ് ബംഗാൾ എന്നും ഈസ്റ്റ് ബംഗാൾ എന്നും ഡിവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ബംഗാൾ പാർട്ടീഷൻ വഴിയാണ്. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. ലോ ഡെൻസിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റൽ ഏതാണ്? ഒന്നും നോക്കണ്ട, സോഡിയം തന്നെയാണ് കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. ഹൈപ്പർ മെട്രോപ്പിയയിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ബിഹൈൻഡ് ദ റെറ്റിന. ഹൈപ്പർമെട്രോപ്പിയൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് ഫുള്ള് പഠിപ്പിച്ചതാണല്ലേ. നമ്മൾ ഈ പറയുന്ന കണ്ണിലെ ലെൻസിൻ്റെ പവർ കുറയുമ്പോൾ എന്ത് പറ്റും? ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയ്ക്ക് പുറകിലാവും. നമ്മളിതിനെ ലോങ് സൈറ്റഡ്നെസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, ലിറ്റ്മസിൻ്റെ കളർ എന്താണ്? ലിറ്റ്മസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അതിൻ്റെ കളർ പർപ്പിൾ ആണ്. ലിറ്റ്മസ് എന്ന് പറയുന്നത് എന്താണ്? ലൈക്കൺസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യും? ആസിഡിനകത്ത് വരുമ്പോഴത്തേക്കും റെഡ് ആകുന്നു. ആൽക്കലി വരുമ്പോൾ അതെന്താവുന്നു? ബ്ലൂ ആവുന്നു. അതിൻ്റെ കളർ പർപ്പിള്. പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് ആരാണ്? ദിമിത്രി മെൻഡലീവ്. വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ്, കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? അറ്റോമിക് നമ്പർ 20 അപ്പോൾ അറ്റോമിക് മാസ് 40 40 പോയിൻ്റ് ഉണ്ട്, എന്നാലും കറക്റ്റ് ഉത്തരം 40. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. എല്ലാ ചോദ്യവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.